ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞങ്ങളുടെ വളരെ കാലത്തൊരാഗ്രഹം നിറവേറാൻ പോവാണ്. എന്താണെന്നല്ലേ, ഈ നാളെ ഞങ്ങൾ കണ്ണൂർക്ക് പോകുന്നത്. കണ്ണൂർ പോയിട്ട് നമ്മുടെ സ്വന്തം മുത്തപ്പനെ കാണാൻ. അങ്ങനെ രാവിലെ 9 മണിക്ക് തൃശ്ശൂർ നിന്നും ഏറനാട് എക്സ്പ്രസ്സിൽ ഞങ്ങൾ കണ്ണൂരെത്തി. ഒരു 2:15 കൂടി കണ്ണൂരെത്തി. അവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിൽ പോയി ബസ് വഴിയാണ് നമ്മൾ പറശ്ശിനിയിലെത്തുന്നത്. ഒരാൾക്ക് 25 രൂപയാണ്. അവിടെ എത്തിക്കഴിഞ്ഞതും കുമാർ സ്പർശനിൽ നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിരുന്നു. ഞാൻ റൂമിലെത്തി ഫ്രഷായി നേരെ മുത്തപ്പൻ്റെ അടുത്തേക്ക് പോണ വഴിയിലൊക്കെ ഇതേപോലെ നമുക്ക് മുത്തപ്പൻ്റെ നായ്ക്കുട്ടികളെ കാണാൻ സാധിക്കും. നമുക്ക് കാൽനടയായിട്ടും ഓട്ടോ വഴിയും ഈ കുമാർസിൽ നിന്ന് നമുക്ക് എവിടേക്ക് എത്താം, അമ്പലത്തിലേക്ക് എത്താം. നമ്മൾ കാൽനടയായിട്ടാണ് പോയത്. അപ്പോൾ ഇതുപോലെ കുറേ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇതുപോലെ കുറേ ഷോപ്പുകളുടെ ഇടയിൽ നമ്മൾ അമ്പലത്തിലെത്തി. മുത്തപ്പനെയും കണ്ട് അപ്പോൾ അവിടെ തുള്ളൽ നടക്കണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ട് അത് കഴിഞ്ഞ് നേരെ പ്രസാദം കഴിക്കാനായിട്ട് നല്ല തിരക്കായിരുന്നു. 8 കൂടെയാണ് നമുക്ക് പ്രസാദം നൽകിയത്. ഇതാണ് മുത്തപ്പൻ്റെ പ്രസാദം. ഉച്ചയ്ക്കും രാത്രിയും ഇത് തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി വളയൊക്കെ വാങ്ങി തിരിച്ച് നമ്മുടെ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ 7 പേർക്കുള്ള ഒരു റൂമും പിന്നെ ബാക്കി 2 പേർക്കുള്ള ഒരു റൂം അങ്ങനെയാണ് എടുത്തത്. നമുക്ക് ടോട്ടൽ 3500 രൂപയാണ് വന്നിട്ടുള്ളത്. നോൺ AC ആണ് എടുത്തത്. 7 പേർക്കുള്ള റൂമിൽ 5 ബെഡും 3 ബാത്റൂമായിട്ടായിരുന്നു. പിറ്റേന്ന് വീണ്ടും നമ്മൾ കുളിച്ച് റെഡിയായി വീണ്ടും മടപ്പുരയിലേക്ക് ചെന്നു. അപ്പോൾ നമ്മൾ ഓട്ടോ വഴിയാണ് പോയത്. അന്ന് നല്ല തിരക്കായിരുന്നു. നമ്മളത് ഞായറാഴ്ചയായിരുന്നു. അത് നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന് അത് നമുക്ക് രാവിലെ മുത്തപ്പനെ കാണാൻ പറ്റിയില്ല. കാരണം നമ്മൾ ചെല്ലുമ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് മുത്തപ്പൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ, നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ കണ്ട് കിച്ചണിൽ ചോറിനുണ്ടായിരുന്നു. അപ്പോൾ ചോറിനെടുത്തു. ചോറിന് പോകണവർ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ടോക്കൺ ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എത്രയും നേരത്തെ പോയി ടോക്കൺ എടുക്കാൻ പറ്റും അത്രയും നല്ലതാണ്. ടോക്കൺ അനുസരിച്ചാണ് ചോറ് കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 7 കൂടി അവിടുത്തെ പ്രസാദം കൊടുത്തു തുടങ്ങി. കൂടെ ചായ ഉണ്ട്. ഞാൻ ചായ കുടിക്കാറില്ല, അതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ കിച്ചണിൽ ചോറിന് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബോറടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ തിരിച്ച് നമുക്ക് 9:35 ട്രെയിൻ. വേഗം ഒരു ടാക്സി വിളിച്ച് നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. കറക്റ്റ് സമയത്ത് ചേട്ടന്മാർ നമ്മളവിടെ കൊണ്ടെത്തിച്ചു. പിന്നെ തിരിച്ചും നമ്മൾ ഏറനാട്ടിൽ തന്നെയാണ് വന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലെത്തി. ഈ നടപ്പ് കണ്ടറിഞ്ഞൂടെ എല്ലാവർക്കും മതിയായി. ട്രെയിൻ യാത്ര അഫോർഡബിൾ ആണെങ്കിലും നമ്മളിങ്ങനെ കയറി ഇറങ്ങി എല്ലാവർക്കും മതി. എന്ന് പറയുന്നത് നമുക്ക് മുത്തപ്പനെ കാണാൻ പറ്റി. വെള്ളാട്ടും തിരുവപ്പനും എല്ലാം നമുക്ക് നന്നായി കാണാൻ സാധിച്ചു. രാവിലത്തെയും രാത്രിയിലെയും പ്രസാദവും കിട്ടി. അങ്ങനെ നമ്മൾ എല്ലാം കൊണ്ടും മുത്തപ്പൻ്റെ എല്ലാ അനുഗ്രഹവും കൊണ്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ അവിടെ പോയപ്പെടുത്ത ബാക്കി ഫോട്ടോസ്. പോകുന്ന വഴികളും എല്ലാം നമുക്ക് ഈ നായക്കുട്ടന്മാരെ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം മുത്തപ്പൻ്റെ അടുത്തെത്താൻ അത് സാധിച്ചു.